Hi viewers, welcome back to my Art and Craft channel. അപ്പോൾ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു ഐഡിയ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ക്രാഫ്റ്റ് എന്ന് വെച്ചൊരു ക്ലിപ്പ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ക്ലിപ്പിൻ്റെ ഫോട്ടോയാണ്. അപ്പോൾ ഇതേപോലെ റോസ് ഫ്ലവർ അല്ല, വേറൊരു ഡെയ്സി ഫ്ലവർ പോലെയുള്ള ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് ക്ലിപ്പ് ഉണ്ടാക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് ലുക്കുള്ള ഒരു ചെറിയ ക്ലിപ്പാണ്. അപ്പോൾ ഇതേപോലെ ഡെയ്സി ഫ്ലവർ വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ ക്ലിപ്പിൻ്റെ സൈഡിൽ കാണുന്ന ചെറിയ ഫ്ലവേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ സെൻറ്ററിലിരിക്കുന്ന റോസ് ഫ്ലവറും ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടില്ലേ, ഇതേപോലത്തെ ക്ലിപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മുടെ സാധാരണ ഫാൻസി ഷോപ്പിലൊക്കെ കിട്ടുമെന്ന് തോന്നുന്നു, ലൂസായിട്ട് കിട്ടുമായിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മേടിക്കുക. അപ്പോൾ ഇന്ന് കണ്ടില്ലേ, ഈ ഒരു ഡെയ്സി ഫ്ലവർ ആണ് ഇന്ന് ഞാൻ വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, ഒട്ടും കഷ്ടപ്പാടില്ല. ചെറിയ കുട്ടികൾക്ക് വരെ ഉണ്ടാക്കാവുന്നതാണിത്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പോൾ ഈ ഫ്ലവറിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന ഇതേപോലത്തെ രണ്ട് ലീഫും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈഡിലുള്ള ഇതേപോലെ അല്ലി പോലെയുള്ള സാധനങ്ങളൊക്കെ, അതായത് ആ ചെറിയ മൊട്ട് പോലെയല്ലേ, അതൊക്കെ നമുക്ക് വേണേൽ അറ്റാച്ച് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ കാണുന്ന കളറാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാറ്റിൻ റിബണിൻ്റെ സൈസ് നിങ്ങൾ കണ്ടു കാണും, ഇത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 പീസാണ് ഇത് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഫ്ലവറിന് വേണ്ടി 2 പീസ് വേണം നമുക്ക്. അപ്പോൾ ആദ്യത്തേത് രണ്ടിൻ്റെയും വീതി എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ 6 സെൻറ്റിമീറ്ററിലും രണ്ടാമത്തേത് 5 സെൻറ്റിമീറ്ററിലുമാണ് നീളം ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. നമ്മുടെ 2 പീസസ് ഇവിടെ വെച്ചിട്ടുണ്ട്, കാരണം 2 ലെയറാണ് നമ്മൾ ഇതേപോലെ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ടാണ്. ഓക്കെ, ഒന്ന് വലുതും ഒന്ന് ചെറുതുമായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് അതിനനുസരിച്ച് 1 സെൻറ്റിമീറ്റർ ഡിഫറൻസിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, പിന്നെ ഇതുപോലെ ഗ്ലൂ ഗണ്ണും ഒരു ലൈറ്ററും വേണം നമുക്ക്. പിന്നെ ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലത്തെ ഗ്ലാസ് ബീഡ്സ് വേണം, അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ബീഡ്സ് നിങ്ങളിലുണ്ടോ അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഞാനിവിടെ ഈ 2 കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി ഒരു സിസറും കൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇലകൾക്ക് വേണ്ടിയിട്ട് ഇതേപോലെ ഒരു ഗ്രീൻ കളറിലുള്ള ഒരു ടേപ്പ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്, അതായത് സാറ്റിൻ റിബൺ. ഇത് 2 സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ വീതി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ആ വലിയ പീസ് നമ്മുടെ കയ്യിലേക്ക് എടുക്കാം. അതിനുശേഷം അതിൻ്റെ കറക്റ്റ് സെൻട്രലായിട്ട് ഒരു കട്ട് ചെയ്യുക. പിന്നെ 2 സൈഡിലും ഓരോ ചെറിയ ചെറിയ കട്ട്. അപ്പോൾ നമുക്ക് 4 പീസസ് കട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് 4 പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ 4 പീസ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ 4 ഇതളുകളായിട്ട് വരും. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് കൊടുക്കുക ഓരോന്നും. എന്നാൽ അതിൻ്റെ ആവശ്യമേ വരുന്നില്ല, കാരണം നമ്മൾ ഇതേപോലെ ലൈറ്റർ വെച്ച് ഒന്ന് ഉരുക്കി എടുക്കുമ്പോൾ ആ പെറ്റലിൻ്റെ കറക്റ്റ് ആ ഒരു ഷേപ്പ് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, നല്ല ഇച്ചിരി ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഒത്തിരി ഉരുക്കി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ നമ്മൾ ക്യാൻഡിൽ അല്ല മെഴുകുതിരി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കരി പിടിക്കുന്ന പോലെ ഒരു ഇത് വരും, അപ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡൊക്കെ വരും. അപ്പോൾ അത് ഒന്ന് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് തന്നെ ലൈറ്റർ ആയിരിക്കും കുറച്ചും കൂടെ ഭംഗിയായിട്ടുള്ള കിട്ടുന്നത്. ഓക്കെ, അതേപോലെ അപ്പോൾ നമുക്ക് ഓരോ ഇതിലും നമുക്കിങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഓരോ പെറ്റലും നല്ല വളഞ്ഞ് ഒരു പെറ്റലിൻ്റെ ഷേപ്പ് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇടയ്ക്കുള്ള ഓരോ പോർഷനും ഒന്നും കൂടെ നമുക്കതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അങ്ങനെ വലിയ പീസും ചെറിയ പീസും കറക്റ്റായിട്ട് ബേൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നൂലെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സ്റ്റിച്ചിങ് പാറ്റേൺ എന്ന് പറയുന്നത് ഒരു 2 സൈഡും, അതായത് നമ്മുടെ പെറ്റൽസിൻ്റെ താഴെ കൂടെ റണ്ണിങ് സ്റ്റിച്ചാണ് ഞാൻ ചെയ്യുന്നത്. കണ്ടില്ലേ, അതായത് പെറ്റലിൻ്റെ കട്ടിങ് ഉണ്ടല്ലോ, അതിനെ തൊട്ട് താഴെ വെച്ചിട്ട് വേണം, കട്ടിങ്ങിൻ്റെ മുകളിലൂടെ പോകാൻ പാടില്ല. ഇനി ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലും നമ്മൾ ചെയ്യുക. ഓക്കെ, എന്നിട്ട് നൂല് ഇതേപോലെ കുറച്ചൊന്ന് ഇട്ടേക്കണം. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത പോയിന്റിൽ കൂടി ഒന്നും കൂടെ ഒന്ന് കയറ്റിയതിന് ശേഷം സെൻറ്ററിൽ കൂടി ഇതേപോലെ സ്റ്റിച്ച് ചെയ്യുക. കണ്ടില്ലേ, അപ്പോൾ നമുക്ക് ടോട്ടൽ 3 ലൈനിൽ സ്റ്റിച്ച് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ വിരൽ അതിൻ്റെ നടുക്കോട്ട് വെച്ചിട്ട് ഇത് പ്രസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് വലിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ത്രെഡ് ഇങ്ങനെ പുള്ള് ചെയ്തതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് കെട്ടിട്ട് മുറുക്കി കൊടുക്കുക. അപ്പോൾ ഫിക്സ് ആയതിനു ശേഷം ഒത്തിരി അങ്ങ് ടൈറ്റ് ആക്കാൻ പാടില്ല, പിന്നെ നമുക്ക് ഇതിൻ്റെ ഇതളുകളൊക്കെ ഒന്ന് വിടർത്തിയെടുക്കാൻ പ്രയാസമായിട്ട് വരും.
ഓക്കെ, അപ്പോൾ ഇത് കണ്ടില്ല, നമ്മുടെ ഇതളുകളൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തെങ്കിലും ഒരു പോർഷനിൽ നമുക്ക് അങ്ങനെ നൂല് വിട്ട് വരുവാണെങ്കിൽ ഒന്ന് ബേൺ ചെയ്ത് കൊടുക്കുക ഒന്നും കൂടെ. അതേപോലെ നമ്മുടെ സെക്കൻഡ് പോർഷൻ, അതായത് ചെറിയ ഒരു പാർട്ടും നമ്മൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. രണ്ട് സൈഡിൻ്റെയും ഇതളുകളുടെ അടിയിൽ കൂടി വരിക, പിന്നെ സെൻറ്ററിൽ കൂടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ചെറിയ ഫ്ലവറും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഒട്ടിച്ചെടുക്കുന്നതിന് മുൻപായിട്ട് ഈ രണ്ട് ഫ്ലവറിൻ്റെയും ബാക്ക് സൈഡിലെ കുറച്ച് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയണം. എന്നിട്ട് അതൊന്ന് ബേൺ ചെയ്തെടുക്കുക. എന്നാലും നമുക്കതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫിക്സ് ആയിട്ട് വരത്തുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് പൊങ്ങിയൊക്കെ നിൽക്കും, കുറച്ച് സ്പേസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിതുപോലെ ഒന്ന് അമർത്തിയെടുക്കുക. പ്രസ് ചെയ്തതിന് ശേഷം അങ്ങനെ രണ്ട് ഫ്ലവേഴ്സിൻ്റെയും അടിയിൽ ഇങ്ങനെ നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. ഓക്കെ, ഇനി അതിന് ശേഷം നമുക്ക് ആദ്യത്തെ വലിയ ഫ്ലവറും കൂടെ അതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ബേൺ ചെയ്യാം. അതിനുശേഷം രണ്ടെണ്ണവും കൂടെ നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് ഫ്ലവേഴ്സിൻ്റെ ബാക്ക് സൈഡ് റെഡി ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് ഗ്ലൂ ഗണ്ണിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഗം തേച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പീസും അങ്ങ് അറ്റാച്ച് ചെയ്യുക. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഇതളുകൾ വരുന്ന രീതിയിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ? ഓക്കെ, നമ്മുടെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞ് ഇനിയിപ്പോൾ അതിൻ്റെ സെൻറ്ററിലോട്ട് നമുക്ക് കുറച്ച് ഗ്ലൂ ഗൺ ഇട്ടിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഫെവിക്വിക്കോ അല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബീഡ്സ് ഒന്ന് കുറച്ച് വിതറി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ സെൻറ്ററിലേക്ക് കുറച്ച് ഗ്ലൂ തേച്ച് കൊടുക്കാം. അപ്പം എൻ്റെ ഇടയ്ക്കൊക്കെ പോർഷനിൽ എവിടെയെങ്കിലും ഒട്ടിയിട്ടില്ലെങ്കിൽ അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്യുന്നതിലായിരിക്കും കുറച്ചും കൂടെ വൃത്തിയായിട്ടിരിക്കുക. ഓക്കെ, സ്റ്റിച്ച് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം. ഇനി ആ ഗ്ലൂ തേച്ച പോർഷനിലേക്ക് നമുക്ക് കുറച്ച് വിതറി ഇട്ട് കൊടുക്കാം. ഒത്തിരി വിരൽ വെച്ച് പ്രസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഒത്തിരി പ്രസ് ചെയ്യുമ്പോൾ ആ ഗ്ലൂവിൻ്റെ കളർ മാറി ഒരു വൈറ്റ് കളറിലോട്ട് വരും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് ലൈറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കത്തിച്ച് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്താൽ മതി. ഫ്രണ്ടിലെ നമ്മുടെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. അപ്പം ഞാൻ 3 കളറിൽ ബീഡ്സ് വെച്ചിട്ട് ഇവിടെ ഫ്ലവർ റെഡി ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഒരു ഫ്ലവറോ അല്ലെങ്കിൽ ഇപ്പോൾ എത്ര ഫ്ലവർ വേണമെങ്കിലും വെച്ച് നിങ്ങൾക്ക് ക്ലിപ്സ് ഉണ്ടാക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു സിംഗിൾ ഫ്ലവറിൻ്റെയാണ് കാണിക്കുന്നത്. അപ്പൊ നീളമുള്ള പെറ്റലൊക്കെ ഒന്നും കൂടി ഇതേപോലെ ഒന്ന് ഉരുക്കി ചെറുതാക്കി കൊടുക്കുക. നമുക്ക് നമ്മുടെ ഫ്ലവർ റെഡി ആയി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എന്താ വേണ്ടത്? അതിന് സൈഡിൽ വെക്കാനുള്ള ലീവ്സ്. ഇപ്പൊ ഈ കാണുന്ന ചെറിയ 2 ലീവ്സ് കണ്ടില്ലേ? ഇതേപോലെ ഞാൻ 4 എണ്ണം ഉണ്ടാക്കാൻ പോവുകയാണ്. പിന്നെ മെഷർമെന്റ് ഞാൻ ആദ്യമേ കാണിച്ചിരുന്നു. ഒരു 5 സെന്റിമീറ്ററിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ഞാനിവിടെ ഒരു 6 സെന്റിമീറ്റർ കാണിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തിനാന്ന് വെച്ചാൽ കുറച്ച് കട്ടിങ്ങിന്റെ പോർഷൻ വൃത്തിയായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അത് കുറച്ച് വേസ്റ്റ് ആയി പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 5 സെന്റിമീറ്റർ എടുത്താൽ മതിയാവും. ഓക്കെ, അപ്പൊ ഞാനൊരു 4 പീസ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി ഓരോ പീസിന്റെയും 2 സൈഡും നമ്മൾ ആദ്യം തന്നെ ഒന്ന് ഉരുക്കി വെക്കണം. അല്ലെങ്കിൽ അതിന്റെ നൂലുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമ്മൾ കട്ട് ചെയ്യുമ്പോഴും ഒക്കെ ഒരു പ്രോബ്ലം വരും. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം 2 സൈഡും. ഇനി ഇതിന്റെ മടക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഈ സെൻട്രൽ കൂടി ഇതേപോലെ ചരിച്ചു മടക്കുക. അപ്പോൾ ഒരു വി ഷേപ്പ് താഴെ വരും. അതിനുശേഷം മുകളിലുള്ള പോർഷൻ താഴേക്ക് മടക്കി വെക്കുക. കണ്ടില്ലേ? ഒന്നും കൂടെ കാണിച്ചു തരാം. എന്താ ഇതേപോലെ ഒന്ന് മടക്കിയതിനു ശേഷം നല്ല പോർഷൻ, തിളങ്ങുന്ന ഒരു ഗ്ലേസിംഗ് ഉള്ള പോർഷൻ മുകളിൽ വരണം. കണ്ടില്ലേ? ഷൈനിങ് പോർഷൻ മുകളിൽ വരണം. ഇനി അതിന്റെ 2 സൈഡും ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കുക. കണ്ടില്ലേ? 2 സൈഡിലും ഉള്ളിലേക്ക് ചെറുതായിട്ട് മടക്കിയിട്ട് സെന്റർ പോർഷൻ ഒന്ന് ചേർത്ത് പിഞ്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ? ഇങ്ങനെ പിഞ്ച് ചെയ്തെടുത്തതിന് ശേഷം അതിന്റെ ബാക്കി വരുന്ന ആ ടെയിലിന്റെ ഉണ്ടല്ലോ, അതൊന്ന് ചരിച്ചു വെട്ടണം. ചരിച്ചു മുകളിലേക്ക് വെട്ടിയെടുക്കുക. അതിനുശേഷം നമ്മൾ ഒന്ന് ഉരുക്കിയെടുക്കണം. എന്നിട്ട് അത് ഫിക്സ് ആയിക്കോളും. അത് പിന്നെ വിട്ടുപോകത്തില്ല. അപ്പൊ നമ്മുടെ ലീവ്സ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. കണ്ടില്ലേ? ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള എല്ലാ ലീവ്സ് ഇതേപോലെ റെഡിയാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് ക്ലിപ്പിന്റെ മുകളിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുക മാത്രം മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാം. ക്ലിപ്പോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ചെറിയ ഹെയർ ബാൻഡ്സിന്റെ മുകളിലും നമുക്ക് ഫിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഞാൻ ഈ ലീവ്സിന്റെ പാറ്റേൺ ഇത് എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒന്നും കൂടെ കാണിച്ചു തരുന്നുണ്ട്. അത് പിഞ്ച് ചെയ്യുന്നതിന്റെ അനുസരിച്ചിരിക്കും അതിന്റെ ഷേപ്പ് കിട്ടുന്നത്. കറക്റ്റ് ആയിട്ട് പിഞ്ച് ചെയ്തെടുക്കണം. അതിനുശേഷം കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുക്കിയെടുക്കുക.
ഇങ്ങനെ കൈ പിടിച്ചുരുക്കാൻ പ്രയാസമുള്ളവർക്ക് നമ്മുടെ പ്ലക്കർ ഉണ്ടല്ലോ, ഐബ്രോസ് ഒക്കെ പ്ലക്ക് ചെയ്യുന്ന ആ പ്ലക്കർ വെച്ചിട്ട് പിടിക്കുകയാണെങ്കിൽ കൈക്ക് പകരം നമ്മൾ അത് വെച്ച് പിടിച്ചിട്ട് ഉരുക്കിയാൽ മതിയാവും. ഓക്കെ, ഇനി ഇങ്ങനെ ഒരു അലിഗേറ്റർ ക്ലിപ്പ് എന്നാണ് ഇതിന്റെ പേര്. ഇങ്ങനത്തെ ഒരു ക്ലിപ്പ് എടുക്കുക. ഞാൻ 4 സെന്റിമീറ്റർ നീളത്തിലുള്ള ഒരു ക്ലിപ്പാണ്. നിങ്ങളുടെ കയ്യിൽ പഴയ യൂസ്ലെസ് ആയിട്ടുള്ളതുണ്ടെങ്കിൽ അത് ആയാലും മതിയാവും. ഓക്കെ, അതിനുശേഷം ഒരു ഫെൽറ്റ് ക്ലോത്ത് എടുക്കുക. ഇത് ഫെൽറ്റ് ക്ലോത്ത് എന്നാണ് ഇതിന്റെ പേര്. കടകളിലൊക്കെ കിട്ടുന്നതാണ്, ഫാൻസി ഷോപ്പിൽ. ഓക്കെ, ഇനി അതിനുശേഷം നമുക്കിത് നമ്മുടെ ക്ലിപ്പിന്റെ വലിയ ബ്രോഡായിട്ടുള്ള പോർഷനകത്തൂടെ കയറ്റി വിടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് 2 സ്ലിറ്റ് ഇട്ട് കൊടുക്കണം നമുക്ക്. കണ്ടില്ലേ, ഇതേപോലത്തെ 2 ചെറിയ സ്ലിറ്റ് ഇട്ട് കൊടുക്കണം. അപ്പൊ ഞാനിതൊരു കണ്ടില്ലേ 3.5 സെന്റിമീറ്റർ നീളത്തിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ഓവൽ ഷേപ്പ് മതി. ഇപ്പോൾ ഒരു ചെറിയ റൗണ്ട് ഷേപ്പ് പോലെ ആയിട്ടുണ്ട്. അധികമുള്ള പോർഷൻ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് നമ്മുടെ ഈ ക്ലിപ്പിന്റെ മുകൾ ഭാഗം അതിനകത്തൂടെ കയറ്റി വിടുക. കണ്ടില്ലേ, ഇപ്പൊ ഞാൻ ഇതിന്റെ മുകളിൽ കുറച്ച് ഗം തേക്കുന്നുണ്ട്. അതായത് ഈ ഫെൽറ്റ് ക്ലോത്ത് നമ്മുടെ ക്ലിപ്പിലേക്കോട്ട് ആദ്യം ഒന്ന് ഉറപ്പിച്ചു വയ്ക്കുക 2 സൈഡും. അതിനുശേഷം ആ 2 സൈഡിൽ അധികമായിട്ട് കിടക്കുന്ന പോർഷനും കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഓവൽ ഷേപ്പ് ആക്കണം. അല്ലെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, അതാ ഈ ഫ്ലവർ ഇതിന്റെ മുകളിൽ വെക്കുകയാണെങ്കിൽ ആ പച്ച കളർ ഒത്തിരി പുറത്തേക്ക് തെള്ളി കാണും. അപ്പൊ അത് മറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ചത് കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ നമുക്ക് നമ്മുടെ ബേസ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മുകളിലേക്ക് ഫ്ലവർ നമ്മുടെ അറ്റാച്ച് ചെയ്യാം. അപ്പൊ കുറച്ച് ഗ്ലൂ ഗൺ അതിന്റെ സെന്റർ പോർഷനിലേക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഫ്ലവർ ഒന്ന് അതിന്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക. ഓക്കെ, ഇനി ഇലകളും ഇതേപോലെ ഹോട്ട് ഗ്ലൂ സൈഡിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇലകൾ വെച്ചു കൊടുക്കുക. അപ്പൊ വേണമെങ്കിൽ നമുക്ക് 2 ലീഫ് മാത്രമായിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിപ്പോ ഇവിടെ 2 സൈഡിലും ലീവ്സ് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഹോട്ട് ഗ്ലൂ ഇതേപോലെ ഒന്ന് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പം ഈ ലീഫിന്റെ മുകളിലും താഴെയും വേണമെങ്കിൽ നമുക്ക് ഈ ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ കുറച്ച് നന്നായിട്ട് പൊക്കിയെടുത്ത് വെച്ചിട്ട് വേണം അതിന്റെ താഴേക്ക് കറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിന്റെ ഹോട്ട് ഗ്ലൂ കുറച്ച് അതിന്റെ മുകളിലേക്കും വെക്കുക. അതിനുശേഷം പെറ്റൽസ് താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടില്ല, വളരെ ഈസി ആയിട്ട് നമ്മുടെ ക്ലിപ്പ് റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു ക്ലിപ്പാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ഇതാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ അതിന് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ ഇതേപോലെ അല്ലികളും ഇതേപോലത്തെ ഫ്ലവേഴ്സ് ഒക്കെ വെക്കാം. അപ്പൊ ഈ ഫ്ലവേഴ്സിന്റെ ഈ കാണുന്ന ഫ്ലവേഴ്സിന്റെ വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് സൈഡിൽ വെച്ച് അറ്റാച്ച് ചെയ്തിട്ട് കുറച്ചും കൂടെ വലിപ്പമുള്ള ഒരു ക്ലിപ്പാക്കി എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടവർ ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. അതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. താങ്ക് യു so much for watching.